ഹായ്, ഇപ്പം നമ്മളുള്ളത് അസൽ തമിഴ് ദോശ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്ത് ഒന്നാണ് ഇങ്ങനെ കണ്ടിട്ട്. അപ്പം ഇൻസ്റ്റയല്ല യൂട്യൂബിലോ മറ്റോ കണ്ടതാണ് അമ്മ. അപ്പോൾ അങ്ങനെ അവിടെ വന്നാണ്. എന്തൊക്കെയോ എന്താ എന്തൊക്കെയോ പലതരം വെറൈറ്റി ദോശകളുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ മാങ്ങ വീണ് കിട്ടിയതാണ്. അപ്പോൾ എല്ലാവരും വിചാരിക്കും എന്താണ് കുറേയായിട്ട് വീഡിയോ ഒന്നും കാണുന്നില്ല. പക്ഷേ ലൈഫ് സ്റ്റൈൽ ആണല്ലോ നമ്മുടെ സെഷൻ. വീട്ടിൽ തന്നെയാണ് രാവിലെ എഴുന്നേൽക്കുന്നു, വൈകുന്നേരം ആവുന്നതിലൊക്കെ തന്നെ ഇതൊക്കെ എല്ലാം കാണിക്കാൻ. അതാണ് വേറൊന്നല്ല, കാണിക്കുന്ന എനിക്കും കാണുന്ന നിങ്ങൾക്കും ബോറടിക്കും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഒന്നും എടുക്കാത്ത. എവിടെയാ ഇതാണ് സംഭവം. അസൽ തമിഴ് ദോശ എന്ന് തന്നെ അടിച്ചേ. അവരാ ഷോർട്സിൽ അങ്ങനെയല്ലേ പറഞ്ഞേ? മാങ്ങയോ? ഇവിടെ 6 മണി മുതലാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കി തുടങ്ങുന്നേ ഉള്ളൂ. അപ്പം നമ്മൾ കഴിക്കാൻ വേണ്ടി തുടങ്ങാൻ പോകുന്നത്, ഞാൻ ഓർഡർ ചെയ്തത് ചിക്കൻ ദോശയാണ്. അമ്മ എൻ്റെ പൊടി ദോശ എന്താ ഓർഡർ ചെയ്തത് നോക്കാം. ഇങ്ങനെയാണ് ഇത് വരുന്നതുകൊണ്ട്. ഇതിൻ്റെ അകത്ത് ചിക്കൻ്റെ ഫില്ലിംഗ് ആണ് വരുന്നത്. നമ്മൾ ഈ മസാല ദോശ എന്നൊക്കെ പറയത്തില്ല, അങ്ങനത്തെ ഒരു സംഭവം. ഇപ്പോഴാണ് കേട്ടോ ഒരു വെറൈറ്റി ഫീൽ. വീട്ടിൽ ചിക്കനും ദോശയും കഴിച്ചിട്ടുണ്ടെങ്കിലും ഇത് പോവാം. അടുത്തായിട്ട് നമ്മൾ വന്ന സാധനം സംഭാരാട്ടോ. അല്ലോ, അപ്പോൾ നമുക്ക് കുടിച്ച് നോക്കാം. അടിപൊളി. വൈകുന്നേരം ഒരു 6 മണി തൊട്ടാണ് ഇവിടെ സ്റ്റാർട്ടിങ്. നമ്മൾ അന്നേരം വരരുത്, 7 മണി 7:30 ആകുമ്പോൾ വന്നാൽ കറക്റ്റ് ആയിരിക്കും. ഫുൾ ഓപ്പൺ എയർ ആണ് കേട്ടോ. വാഷ് ബേസിൻ ഉൾപ്പെടെ എല്ലാം ഓപ്പൺ എയർ ആണ്. പിന്നെ ഇത് പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. നമ്മൾ യൂട്യൂബിൽ കണ്ടു, ഇവിടെ വന്നു, ട്രൈ ചെയ്ത് നോക്കി. അപ്പം സംഗതി കൊള്ളാം, ഒരു വെറൈറ്റി എക്സ്പീരിയൻസ്. എന്തായാലും കൊച്ചിയാണ്, കൊച്ചി പുതിയ റോഡിൽ. അത് മാപ്പിൽ അസൽ തമിഴ് ദോശ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. അസൽ തമിഴ് ദോശ എന്ന് മാപ്പിൽ അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ ശരി, നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ. അതുവരേക്കും ബൈ.